ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? അപ്പോൾ ഇതാ നമ്മളിവിടെ മരിയൻ്റെ ഇവിടെയാണ്, ചാലക്കുടിയിൽ. അപ്പം എന്നതാ ഞാനങ്ങനെ തൊടിയിൽ കൂടിയൊക്കെ ഒന്ന് പോയി നോക്കിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്നപ്പോൾ അബീഷിൻ്റെ അപ്പനുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ പൂവൊക്കെ കാണിച്ചു തന്നപ്പോൾ അമ്മ അങ്ങനെ വിളിച്ച് തൊടിയിൽ പിന്നെ ചീര ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിതാ ഞാനിവിടെ മരിയൻ്റെ അബീഷിൻ്റെ വീട്ടിലാണ്, ചാലക്കുടിയിൽ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിതാ വെറുതെ ഇങ്ങനെ രാവിലെ പിള്ളേർ സ്കൂൾക്ക് പോണ തിരക്കാണ്. ആ ബഹളം കെട്ടുകൊണ്ടാണ് ഞാൻ എണീക്കൽ. ഇടത്തനാട്ടരുടെ വീട്ടിൽ നിന്ന് നേരത്തെ എണീക്കും കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ ഇന്നലെ ഇവിടെ വിജയേട്ടനും രാജിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടിയിരുന്ന് കുറച്ച് രാത്രി ലേറ്റായി കിടക്കാൻ. അപ്പോൾ ഇന്നിതാ രാവിലെ പിള്ളേരുടെ ബഹളം കേട്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇതാ എല്ലാവരും സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ് അബീഷും മരിയും താഴെ വന്നപ്പം. അപ്പോൾ ഇതാ ഒരാൾ ബസ് വന്നു പറഞ്ഞ് ഓടണം, അതിൻ്റെ പിന്നാലെ മരിയ ഓടുന്നുണ്ട്, അബീഷ് ഓടുന്നുണ്ട്, കുരുവി കിളി എല്ലാവരും കൂടി ഓട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞിങ്ങനെ മുറ്റത്തേക്ക് വന്നപ്പം പിന്നെ തറവാട് വീടിൻ്റെ മുമ്പിൽ നല്ല ആ പൂവിൻ്റെ മൊട്ടിങ്ങനെ കണ്ടു. നല്ല എന്താ പറയുക, നമ്മൾ പഞ്ചത്തിൻ്റെ ഇല എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, മഞ്ഞ കളറിൽ. അതിൻ്റെ ഒരു മെറൂൺ കാപ്പി പൂവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പനും അടുത്തേക്ക് വന്നിട്ട് ഇത് 10 മണിക്ക് വിരിയും കിട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ കാണിച്ചു തരുമായിരുന്നു. റെഡ് അപ്പം ഇങ്ങനെ അകത്തേക്ക് അമ്മച്ചി എവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി അകത്തുണ്ട്. അപ്പം അമ്മച്ചി ഇങ്ങനെ എന്തോ പറഞ്ഞ് ഇങ്ങനെ ചെടിയുടെ എന്തോ കാര്യം പറയുമ്പോൾ അമ്മച്ചി പുറത്തുണ്ട്, ഇങ്ങനെ എന്തോ ഒരു ചെടി എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് അമ്മച്ചിയുടെ കയ്യിലില്ലാത്ത ചെടികളും മരുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ തൊടിയിലേക്ക് ഇറങ്ങി അവിടെയുള്ള ഒരുപാട് ചെടികളും ഉപ്പേരി വെക്കുന്ന ഇലകളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ഹലോ, വിരുന്നുകാരുണ്ട്. അപ്പോൾ അപ്പാപ്പൻ അവിടെ താഴെ പോയിട്ട് എനിക്ക് അവിടെ കുളമുണ്ട്, അതിൻ്റെതൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് അപ്പാപ്പൻ വരച്ച ഫോട്ടോസൊക്കെ കാണിച്ചു തരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി ഞാനും അമ്മച്ചിയും കൂടെ ഇങ്ങനെ ഒന്ന് തൊടിയിൽ പോവുകയാണ് കേട്ടോ. ഇനി അമ്മച്ചി ഒരുപാട് ചെടികളും മരുന്നുകളൊക്കെ എനിക്ക് പറിച്ചു തന്നു. അതുപോലെ നമ്മളിവിടെ അത് തോടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി അത് കാണിക്കാൻ കൊണ്ടുപോയി. ഇനി അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. തഴുതാമല്ലോ, തഴുതാമ ഇപ്പൊ പോയിട്ടുണ്ട്. ഇതാണ് കൊടവന, ഇത് കൊടവന. ഇല്ല, ഇത് തൊടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കറി വെക്കും, അത് വേണം. അത് ഒറ്റ കൊടവൻ, ചെറിയ കൊടവൻ. അതിന്റെ അപ്പുറം കഴുതായി താഴെ കുറച്ച് കറി വെക്കുന്നതാണ്. പിന്നെ ഒരു ചോല, ഇത് കൂർക്കളാണ്. ഇത് കൂർക്ക, ഇത് പനിക്കൂർക്ക. നല്ല സംഭവമാണല്ലോ. മണം നോക്കിയാൽ പൊട്ടിച്ചേക്ക്. ഓ, നല്ല ഉണ്ട്, തൊടുമ്പോഴേ ഉണ്ട്. ഇത് വലിയ കൂർക്കയാണോ? ഇത് വേറെ സൈസ്. ഇത് അവിടെ ഉണ്ടായിരുന്നു, കട്ടില്ലാണ്ടല്ലോ അല്ലേ? ഇത് ഇതിന്റെ ചുമയുടെ കണ്ടുപിടുത്തു. എന്തെങ്കിലും കഴിക്കണതാണോ? അതിന് കയ്യുണ്ണിയ. ഇത് കയ്യുണ്ണി എന്തിനൊക്കെ ഉപയോഗിക്കുക? തലമുടിക്ക്, മുടി വലുതാവാനും. കഞ്ഞുണ്ണി അതന്നെ, ഞങ്ങളതിന് കയ്യുണ്ണി. ഇത് നമ്മൾ പാടത്തുനിന്ന് പറിക്കും അല്ലേ? വേണം, വേണ്ട? വേണം വേണം വേണം. പണ്ടൊക്കെ പാടത്തുനിന്ന് പറിച്ചിട്ട് എണ്ണ കാച്ചാനേ അതല്ലേ കയ്യുണ്ണി. ഈ നിറച്ച് മുളയ്ക്കുന്നു. ഇപ്പൊ നിറച്ച് മുളയ്ക്കും. അതിന് കവർ ഇട, നെറ്റിടണം, നെറ്റിട്ട് അല്ല, മിറാക്കൽ അവിടെ ഉണ്ട്. നെറ്റിട്ടാ മതി. തൈ ഉണ്ടാവില്ലല്ലോ? ഇല്ല, അവിടെ നോക്കട്ടെ. ഇതിന്റെ തണ്ടെടുക്കും, ഒക്കെ എടുക്കും. ഞാൻ ചെറിയൊരു പുളിപ്പിടും, നാരങ്ങ വിങ്ങി വെക്കും. അങ്ങനെ പറഞ്ഞൊക്കെ നല്ലതാവൂലേ ശരീരത്തിന് കഴിക്കുന്നത്? നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോരം നല്ലതെന്ന് പറഞ്ഞു. ആണോ? ഈ പിള്ളേര് ഒരു മരക്കാൻ കൊടുക്കുമ്പോൾ മാത്രം കഴിക്കില്ല.
അല്ല ഇത് ഇവിടെ വരെ നിന്ന് അതുമേ നല്ലോണം പിടിച്ചു അങ്ങനെയാണ്. തെങ്ങിന്റെ പേരിലല്ല അല്ലേ? ഇവിടെ മാത്രം. പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു തൊടിയാണല്ലോ, അതാണ്. അതല്ല, ഇത് മാത്രം പെണ്ണ് പറിച്ചവന്നല്ലേ പുല്ലില്. പുല്ലില് പറിച്ചവല്ലേ. ബ്രഹ്മി വേണ്ട. ബ്രഹ്മി വേണം. ബ്രഹ്മിയൊക്കെ കണ്ട കാലം മറന്നു. ഞാൻ എന്റെ മോൾക്ക്, രണ്ടാമത്തെ മോൾക്ക് ബ്രഹ്മി പാലില് തിളപ്പിച്ച് കൊടുക്കായിരുന്നു ചെറിയ പാവയാവുമ്പോ. അവൾക്ക് ഭയങ്കര സ്മാർട്ടായി, പിന്നെ സംസാരിക്കാനും നല്ല ബുദ്ധിയാവും. കുട്ടികൾക്ക് ഓർമ്മശക്തി ഉണ്ടാവും. ഇതെന്താ? പുതിയനല നിറച്ച് കുടിച്ചിട്ടുണ്ട്. വേണം വേണം. ഇത് വേറെ സൈസ് പുതിയനയിലുണ്ട് കേട്ടോ. ചേച്ചി കൊണ്ടുവന്ന ഏതെന്നറിയോ? നമ്മുടെ പോപ്പിൻസിന്റെ മരുന്ന് ഇതില്ലേ, പോളോന്റെ ടേസ്റ്റ് ഉള്ള കൊണ്ടുവന്നവള്. പോപ്പിൻസിന്റെ പോളോന്റെ ടേസ്റ്റ് ഇല്ലേ? പോളോ മുട്ടായിയുടെ. ഇതെന്താ സ്മെല്ല്? കറി വെക്കാൻ പുതിനല ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ചമ്മന്തി അരിക്കുന്നത്. ആണോ? അത് നല്ല ടേസ്റ്റ്. പുതിനയില് വെളുത്തുള്ളി, പിന്നെ ഉള്ളിനുള്ളിൽ ചെറുക്കൊഴിക്കും, പിന്നെ ഇഞ്ചിയും ചമ്മന്തിയൊന്നും ഇടില്ല. ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ച് കുട്ടി ചമ്മന്തി ആക്കും. മയോണൈസിന്റെ ടേസ്റ്റ്. പിന്നെ മയോണൈസ് വേറെ ഉണ്ടാക്കണ്ട, ബ്രെഡിലൊക്കെ തേക്കാം. നല്ല സാധനം. നമ്മള് സാധാ പുതിനയാണോ? എന്തൊരു സ്മെല്ലേ. പക്ഷെ ഇല വ്യത്യാസം ഉണ്ടല്ലോ. നല്ല സ്മെല്ല്. കണ്ടിട്ട് മറ്റേതാ തോന്നുന്നുണ്ട്. നല്ല സ്മെല്ലേ. എന്തോന്നറിയോ, ഇതിന്റെ നമ്മള് ഇല നുള്ളി വരുന്ന വേഗം അതുകൊണ്ട് ഉണങ്ങി ഇങ്ങനെ ഒന്നിച്ചു പോകും. ഇല നുള്ളാത്ത വലിയ കുഴപ്പമില്ല. മിറാക്കിൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആണോ? മിറാക്കിളോ? അതൊരു പുതിയ അറിവാട്ടോ. ഈ ചീരക്ക് എന്തേലും പ്രത്യേകത ഉണ്ട്? അത് കറി വെക്കോ? ഇത് നാളെ കോഴിച്ചീര അല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഇത് വെള്ള വാടാപ്പൂ അല്ലേ? വെള്ള വാടാപ്പൂ. അത് പൂവ് ഇല്ല. അതാവട്ടെ. ഇതെന്താ സംഭവം? വെള്ള ലില്ലി. എന്തോ ഇത് വേറെ ലില്ലിയല്ലേ? മണമുള്ള ലില്ലി ഇതുണ്ട് അവിടെ വീട്ടിലുണ്ട്. നല്ല സ്മെല്ല്. ഇതിനൊരു കിഴങ്ങാണ്. ഇതാണ് മറ്റേതല്ലേ? കയ്യുണ്ണി അല്ലേ? പണ്ടുണ്ട് ഈ കയ്യുണ്ണി എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അറിയില്ല. ആണോ? ഇതിങ്ങനെ വെക്കല്ലോ നമുക്ക് കൂടയില്. ഇതിങ്ങനെ ചപ്പലിലെടുത്താ നന്നായിട്ടുണ്ടാവുക. ഇത് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒഴിച്ചിൽ വന്ന സ്ത്രീ ഉണ്ട്, പിന്നെ സാരദ എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവന്ന് തന്നിരുന്നു എനിക്ക്. കുഴിച്ചിട്ട് എന്നിട്ട് പോയി. അത് ഇപ്പൊ മഴക്കുണ്ടാവും. ഇതിന്റെ വേര് ഇതാണ്. അല്ല, വേര് പടർന്ന് പിടിക്കും. ഇത് മുഴുവൻ ചെടിത്തോട്ടത്തിലേ ഞങ്ങൾ ബാംഗ്ലൂർ പോയിരുന്നപ്പോ ചെടിത്തോട്ടം എനിക്ക് ആളെ ഏൽപ്പിച്ചു. അവര് നിറച്ചങ്ങോട്ട് ഉണ്ടായി. എനിക്ക് എന്തായിട്ടൊക്കെ പറിച്ചും കൂടി ഇട്ടു. ഇട്ടതാ. ശരി. കറിക്കൊക്കെ എടുക്കാനായിട്ട് കിടക്കണ്ടല്ലോ. അത് കാരണം ഞാൻ ഇവിടെ. എന്റെ പേര് അറിയതിന്റെ? ഇതിന്റെ കൊടവൻ തന്നെ പറയുന്ന. കൊടവൻ അത് ഈ കൊട പോലെ ഇങ്ങനെയുള്ള സൈസ് കുടവൻ നെറ്റിലടിച്ച് നോക്കിയാൽ മതി. രണ്ട് കൊടവനും വരും. അതും വരും, ഇതും വരും. ഇത് നമ്മള് ചെടിത്തോട്ടത്തിൽ ഭംഗിക്ക് വെക്കല്ലേ? കറിയും വെക്കല്ലേ? ഭീഷണിയോട് ചെടിത്തോട്ടത്തിൽ ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കറി വെക്കാൻ എടുക്കണേ. ഞാൻ പക്ഷെ ഇങ്ങനത്തെ സാധനം ചേർക്കുമ്പോണ്ടല്ലോ ഒരു തുള്ളി പുളി ചേർക്കും. ഒരു നാരങ്ങ നീരെന്തെങ്കിലും അല്ലേ? തഴുതാമ ഇപ്പൊ അവിടെ പോയി. ചെടികൾ കിട്ടിയപ്പോ അല്ലേ? ചെടി ഭ്രാന്തണ്ട് അല്ലേ? ചെടി എനിക്ക് അധികം ഗാർഡൻ ചെടിയിലേറെ ഇഷ്ടം എനിക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിനോടാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ. ചെടി ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഗാർഡൻ നോക്കുന്നതൊക്കെ പിള്ളേർ വന്നിട്ട് മാനേജ് ചെയ്യും. അതിനൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ കൃഷി നമ്മൾ നോക്കുക തന്നെ വേണം. നമ്മളെപ്പോഴും കൂടെ വേണം. ആണോ? ഇത് പാലക്കേണ്ട ഒരു പൊട്ട് തന്നോളൂ. അവിടെ ഇപ്പം
തൊടിയില് കാട് വെട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് കണ്ടമാനം ഇത് പരിപ്പ് കറി ഇട്ട് വെച്ചാൽ നല്ല രസാ. കണ്ടമാനം പിടിച്ചു നട്ട് കഴിഞ്ഞാൽ ഡ്രാഗൺ കഴിച്ചോ? ആയിട്ടില്ല അല്ലേ? ആ ആ ഉച്ചക്ക് പിന്നെ അവിടെ ഉണ്ട് തുളസി അവിടെ ഉണ്ട്. ഇതെന്ത് ചെടിയാ ഇത്? ചെറിപ്പഴം അല്ലേ? ആ ആ പീനട്ട് ഉപ്പേരി വെക്കും നിങ്ങള്? പീനട്ട് ആണോ? അച്ചാറിടും. അവിടെ പീനട്ടിന്റെ ഒരു കലവറയാണ്. ആ പുഴുങ്ങിയ ടേസ്റ്റാ? ആ ആ നല്ലതാണ്. മെഡിസിൻ ഫ്രൂട്ടാണ്. മെഡിസിൻ ഫ്രൂട്ടാണ്. മെഡിസിൻ ഫ്രൂട്ടാണ്. ആണോ? ആഹാ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഒഴിച്ചാ മതി. ആ പോണ്ടല്ലേ? ആ ആ ഞാൻ നല്ല നാടൻ പയറിന്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നാടൻ വെണ്ടയ്ക്കും പയറും. ആ മൈലാഞ്ചി ഉണ്ട്. മൈലാഞ്ചി കോവക്ക ഒക്കെ ഉണ്ട്. ഇതാകുമ്പോ പണ്ട് നമുക്ക് അട്ടപ്പാടിന്ന് ഈ വളം കൊണ്ടുവരല്ലോ റബ്ബറിലിടാനേ. ആ സമയത്ത് ആ വളത്തിലൂടെ വന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ തൊടിയുന്നത് മുറിഞ്ഞു പോയി. ചീവിടിന്റെ സൗണ്ട് ഉണ്ടല്ലേ? ചീവിട് നന്നായിട്ട് വരൂല്ലേ? ചീരാഗിരി. ആ പ്രേഷംപൂട്ടല്ലേ അത്? സാധാ നോർമൽ പ്രേഷംപൂട്ട. ആ പിന്നെ ഒരു ചുമന്ന കളർ. പിന്നെ ആകാശവെള്ളി കഴിച്ചിട്ടുണ്ടോ? ഓ അടിപൊളി ടേസ്റ്റാ. പ്രേഷംപൂട്ടിന്റെ വലുത് അത് ഉപ്പേരി എനിക്കൊരു കമ്പ് കൊണ്ടുവന്ന് തന്നിരുന്നു ഒരു പയ്യന്. പിടിച്ചില്ല. അത് ആ വേനലിന്റെ സമയത്തേ നല്ല ചൂടുള്ള സമയത്താ കൊണ്ടുവന്നത്. ആ കരിമ്പ് വെട്ടാറായിട്ടുണ്ട്. ആ ആ ആ പിള്ളേർക്ക് ഇഷ്ടാവും അല്ലേ? നല്ല മൂത്തല്ലോ. ഇതിങ്ങനെ കമ്പ് കുഴിച്ചിട്ടതാ? ആ ആ ഇതിങ്ങനെ കുഴിച്ചിടാ അല്ലേ? ഇത് മാംഗോസ്റ്റ്. ഇത് കഴിക്കലില്ലേ? ആ ആ കേടാ. അവിടെയും തന്നെ റംബുട്ടാൻ ഒരു 10-200 കിലോ ചാടിപ്പോയി. ആ ഉണ്ട്. ആ മഞ്ഞുണ്ട്, ചുമപ്പുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. ഈ വാഴയാണോ? ഈ വാഴയാണോ? ഈ വാഴയുടെ പേര് കിസാഗിരി. ആണില്ലല്ലേ? അല്ല. ഷുഗർകാർക്ക് കഴിക്കുന്ന വാഴ. ആണോ? അതിലല്ലേ? വലിയ മധുരമൊന്നുമില്ല. റോബസ്റ്റിന്റെ കിസാഗിരി. ആ ആ ആ ആ ഇതില്ലേ? ഇതിന്റെ കന്നില്ലല്ലോ? ആ ആ ഇനി വരുമ്പോ എടുത്ത് വെച്ചാ മതി. ഇനി വരുമ്പോഴേ എടുത്ത് വെച്ചാ മതി. വേണ്ട ഇനി ഇവിടെ ഇരുന്നോട്ടെ. കാണാൻ ഭംഗിയുണ്ട്. ആണോ? ആ ആ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇത് മറ്റേ അവക്കാടോ അല്ലേ? ഇത് അവക്കാടോ. എല്ലാ സാധനം ഉണ്ടല്ലോ. അരിയപ്പ് അറിയാം. ആ ആ പിന്നെ ഒരു സംഭവം ഉണ്ട്. മറ്റേ ബിരിയാണിക്കായിട്ട് എത്തിയിട്ടില്ലേ ഇവിടെ? ഉണ്ട്. ഉണ്ടോ? ചെറുത പടർന്നു പോണ ബിരിയാണിക്കായിട്ട് നമ്മള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഈ സാധനം ആ ഉണ്ട്. ഇപ്പൊ ഇതാ വലുതാ ഈ സാധനം. ചെടി ചീര അല്ലേ? ആ അതാ. അത് അവിടേക്ക് തൊടിയിലൊക്കെ ഉണ്ട്. അവിടുന്ന് ഞാൻ ഉപേക്ഷിച്ചു. ഇവിടെ നട്ടു. അവിടേക്ക് അത്യാവശ്യത്തിന് ഇതാണ് ബിരിയാണി കൈതാന്ന് പറയുന്നത്. ബിരിയാണിക്കൈത നമ്മള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ മേലിട്ട നല്ല സ്മെല്ല്. അതിന്റെ ഇല അല്ലല്ല, അത് മല്ലിച്ചപ്പ്. അത് മല്ലിച്ചപ്പാണ്. ആ അല്ലല്ല, ഞാൻ അത് വീട്ടിൽ നിന്ന് ഇപ്പം ആ വേനൽക്ക് പോയി ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കൊണ്ടുവരാം. നല്ല സ്മെല്ലാ. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഒരു നല്ലൊരു എന്താ പറയാ, നമ്മളൊരു നെയ്ച്ചോറിന്റെ ഒക്കെ അരി ഉണ്ടല്ലോ അതേ സ്മെല്ല്. ആ ഇതെന്താ സാധനം മോളെയും കൊണ്ട് പണിക്കാരുണ്ടാക്കിയത് മുള വെട്ടി അത് ഇതാവണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ ഒരു കുളത്തില് മീനുണ്ടാ? ഇറങ്ങാൻ പറ്റിയാ? ജസ്റ്റ് അല്ലേ? 3 ദിവസം മുള വെട്ടിയപ്പോ ഇവിടെ മുള ഉണ്ട്.
മഞ്ഞമുളക് ആ ആ ആ അത് വെട്ടി ആ മുൻവശത്ത് ഉണ്ടായിരുന്നല്ലോ. ഇതാണ് സാധനത്തിന്റെ പേരെന്താ പറഞ്ഞേ, മറന്നുയാ. കൊടവൻ. നമ്മള് ഡിഫറെന്റ് സൈസ് ഓഫ് കൊടവൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതും വരും. വരൂലേ? ആ മഷ്റൂം ഉണ്ടാവട്ടോ ഈ സമയത്ത് തൊടി കൂടെ. നോക്കാറുണ്ടോ? അവിടെ കിട്ടി ഞങ്ങക്ക്. ആ അല്ല അല്ല, അവിടെ അടുത്ത നാട്ടുകാരെ. ഇഞ്ചിയില്ലേ? ഇഞ്ചി അവിടെ ഇഞ്ചി മഞ്ഞളും കുഴിച്ചിട്ടിട്ടുണ്ട്. ഓ നല്ല രസം. ഇതില് പിള്ളേര് അന്ന് കുളിച്ചിരുന്നല്ലേ ക്ലീൻ ചെയ്ത സമയത്തല്ലേ? ആഴം കുറവാ അല്ലേ? ആഴം കുറവാണ്. ഉണ്ടോ ഉണ്ടോ? പക്ഷെ തോന്നൂലട്ടോ. ആ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലേ? ആ ആണോ? ആ പിന്നെ ഇങ്ങനത്തെ തൊടിയല്ലേ, അതാണ്. മയില് വരുന്നത് കൊണ്ടേ ആ തൊടിയിലുണ്ടാവും. ആ മയില് പാമ്പിനെ ഭക്ഷിക്കും. അതുകൊണ്ട് തൊടിയിൽ അങ്ങനെ ഇതിനെ പാമ്പിനെ കാണാറില്ല. ഒരു ദിവസം കാട് വെട്ടിയപ്പോ മലമ്പാമ്പ് വന്നു. പിടിച്ചിട്ട് നമ്മള് കാട്ടിലേക്ക് തന്നെ വിടുക ചെയ്ത്. പിടിച്ചിട്ട് കിട്ടിയില്ല, ചാക്കിലോട്ട് വീണില്ല. അത് ഗോൾഡൻ കളറുള്ള ഈ ഫ്രൂട്ട് അല്ലേ? അത് രസമില്ല, കിളികൾ കഴിക്കും. ടേസ്റ്റ് കുറവാ. ടേസ്റ്റ് കുറവാണ് അത്. ഇവിടെ ഒരുപാട് മുളകും തൈ പല ഐറ്റം ഉണ്ടല്ലോ. ഇത് വേറെ കേട്ടോ അല്ലേ? ആ അരിമുളകാണ്. ആ അരിമുളക് അവിടെ ഉണ്ട്. ആ നമ്മൾ അരിമുളക് എന്ന് പറയും. ചീനാമുളക്. ആ അരിമുളക്. പിന്നെ ബബ്ലൂസ് ഉണ്ട് അവിടെ. ബബ്ലൂസ് വലിയ മരണ്ട്. ആണോ? ആ ബബ്ലൂസ് അവിടെ ബഡ് തൈയാണ്. അപ്പൊ കായ്ച്ചു. ആ പിന്നെ റോസ് തന്നെ. ഇതെന്താ സംഭവം? ഇത് ആടിലോടകം. ആ ഇത് വേണം. ഇത് ഞാനൊരു പ്രാവശ്യം ചുമ മാറണില്ല എനിക്ക്, മലേഷ്യയിൽ ടൂർ പോയി വന്നിട്ടേ. എന്നിട്ടത് ചതച്ചിട്ട് ഇതിന്റെ നീരും ഇഞ്ചിയുടെ നീരും തേനും കൂടെ ഒരാഴ്ച ആ മൊയലഞ്ചെവി അല്ലേ? നമ്മള് മൊയലഞ്ചെവി എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ ചെടി മനസ്സിലായി. മൊയലിന്റെ ചെവി പോലല്ലേ? ആ മനസ്സിലായി. ആ ഇത് നിങ്ങൾ ഉപ്പേരി വെക്കൂല ഈ സാധനം? ഇത് അവിടെ കണ്ടത് ചുരുളി പറഞ്ഞിട്ട് അതിന്റെ സെൻട്രൽ. ആ ഓ നല്ല ടേസ്റ്റ്. അതിന്റെ സെൻട്രലിന് പിള്ളേര് ഒട്ടിക്കണത്. ഇത് ഈ തോട്ടിന്റെ സൈഡിലുണ്ടാവും. പിള്ളേര് ചെറുപ്പത്തിൽ ഒട്ടിക്കും. ആ പിന്നെ അതിന് തെളുത്ത് വരുന്ന ഇതുണ്ടല്ലോ, അത് നല്ല കട്ടി ഉണ്ടാവും. ആ അത് പിടിച്ചിട്ട് കറി വെക്കും. ചുരുളി എന്നാ പറയാ നമ്മള്. ഈ തോടിന്റെ വക്കത്തൊക്കെ ഉണ്ടാവും. പാടത്തിന്റെ വക്കത്തും തോടിന്റെ വക്കത്തൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് അവിടെ അടുത്ത നാട്ടിൽ ആ തോടിന്റെ സൈഡിൽ ഇത്തിരി തോട്ടമുണ്ട്. അവിടുന്ന് പണിക്കാരുള്ള സമയത്തേ നമ്മള് കുറച്ചൊക്കെ മുന്നേ കഴുങ്ങും തോട്ടം ആവുമ്പോൾ പണിക്കാർ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ റബ്ബർ വെച്ചു. അപ്പോൾ ഒരുപാട് പറിച്ച് കൊണ്ടുവന്നിട്ട് അത് അരിഞ്ഞിട്ട് തേങ്ങ ചതച്ചിട്ടിട്ട് ഉപ്പേരി വെക്കും. നല്ല ടേസ്റ്റാ. ആ ഇതിങ്ങോട്ട് തോടൊക്കെ ഉണ്ടല്ലേ? നിങ്ങളവിടെ നിന്നോ, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വരാം. ചക്ക ചാടി കിടക്കണേ അല്ലേ? ചക്ക ഇടാറില്ലേ? ആ അതാവും. ഈ പാടാണോ കാണുന്നേ? ഈ ഒരു ചേമ്പ് മാത്രല്ലേ? ആ നല്ല രസമല്ലേ കാണാ? ഒരു ചേമ്പിന്റെ പാടം. ആ കൊക്ക ഉണ്ടല്ലേ? കൊക്ക നിങ്ങൾ മിഠായി ഉണ്ടാക്കലുണ്ടോ? ചോക്ലേറ്റ് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാ ചോക്ലേറ്റ്. ആ ആണോ? എങ്ങനെ ചെയ്യണ്ട അറിയോ?
കൊക്കോ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്തിടുക. വെയിലത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കുക, വറുക്കണം. വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ അടർന്ന് പോരും. തൊലി അടർന്നിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് മെറൂൺ കളറാവും. എന്നിട്ട് നമ്മൾ അതുപോലെ പഞ്ചസാരയും അതുപോലെ പൊടിക്കുക. പഞ്ചസാരയും പൊടിച്ചിട്ട് ആണോ? ഇല്ല, ചൂടാക്കിയാൽ മതി. ചൂടാക്കിയ നല്ല രസമുണ്ടാവും. അവിടെയുണ്ട് ഇത് ഈ സ്വഭാവം, തേങ്ങ ചാടിയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് തോടാ. ഇല്ല. മരിയ വിചാരിക്കും ഇത്ത എങ്ങണ്ടാ പോയെ. നല്ല അടക്ക ചാടി കിടക്കണം കേട്ടോ. ആണോ? പേരക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. മതി മതി. ഇല്ല, അവിടെ തൊടിയിലുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന തൊടിയിലുണ്ട്. ഞാൻ പേരക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. എന്താ ചേമ്പിന്റെ ഇതില്ലേ. അവിടെ മൊത്തം ചേമ്പാണല്ലേ ആ തൊടിയ. ഇതാ പാടം. ഞാൻ അതിൽ കൂടെ നടക്കാൻ പോയിരുന്നു. ചേമ്പുണ്ട്. പിന്നെ അതുപോലെ ഒരു ഡാം ഉണ്ടല്ലോ. അത് ഞങ്ങള് കാണാൻ പോയിട്ടോ. കാണാൻ പോയിട്ട് ഞങ്ങൾ പിന്നെ നടന്നിട്ട് ഇതിൽ കൂടെ വന്നത്. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ? അതെവിടെ? അവിടെ അതും കണ്ടിട്ടുണ്ടാവല്ലോ, ഈ തോട്ടിക്കൂടെ പോയിട്ട് കണ്ടിട്ടുണ്ടാവല്ലോ. ഇല്ല ഇല്ല, ഇവിടെ കണ്ടിട്ടില്ല. അവിടെ ആ സൈഡ് പോയിട്ട് ഒരു ഡാം കണ്ടു. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, കുറച്ച് നടന്ന് കാണിച്ചിട്ട്. ഇവിടെ ഈ പാലം കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെ കിടക്കണ്ടേ? ഇങ്ങോട്ട് കാണണം, ഇങ്ങോട്ട് കാണണം. ഈ പാലം കുഴപ്പമില്ല, കിടക്കണേ. വേണ്ട 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 വേണ്ട. ഇങ്ങനെയുള്ള സ്ഥലത്തെ നന്നായിട്ട് കൂൻ പൊടിയും ഇടി വെയിലിറക്കുമ്പോ വന്ന് നോക്കിയാ മതി. ഉണ്ടാവും. ഈ മറ്റേ സാധനം അല്ലേ, മഷ്റൂമേ, കൂന് കൂന്. അവിടെ തൊടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടും. അവിടെ കിട്ടും. രസാ. പ്രകൃതിനോട് ഇങ്ങനെ സ്നേഹിച്ചാണ്ടല്ലോ നമുക്ക് ഒരുപാട് മാനസിക ഉല്ലാസം കിട്ടും. മാനസിക ഉല്ലാസം കിട്ടും. ഇനിയിപ്പോ ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ലല്ലോ. അതാണ്, മക്കളൊക്കെ ഓരോ വഴിക്കല്ലേ, എല്ലാവരും ഒരേ വഴിക്ക് പോയി. ഇതാണ് ചുരുളി. ഇത് കറി വെക്കോ? ഇതിന്റെ മൂക്കാത്ത തെളിർത്ത് വരൂലേ. ഞാൻ ഇതിന്റെ ഒക്കെ വെക്കും. ഈ പ്ലാവിന്റെ മൂക്കാത്തല, അതുപോലെ പ്ലാവിന്റെത് വെക്കും. മൂക്കാത്തല, പ്ലാവിന്റെ തൂമ്പ് എടുത്തിട്ട് നല്ല ടേസ്റ്റ്, നല്ല മെഡിസിനുമാണ്, ഷുഗറിന് നല്ലതാ. ഇതിന്റെ തളിരുണ്ടല്ലോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ തളിർത്ത് വരുമല്ലോ. ഇതല്ല, മറ്റേതാണ് സംഭവം. ഇതിന്റെ വേറെ ഞാൻ കാണിച്ചു തന്നില്ല. ഇതല്ല, ഇതന്നെയാണത്. അത് വലുതായിട്ടില്ല, ഇത് വലുതായി പാടത്ത്. ഇതിങ്ങനെ കുറച്ച് തിളിർത്ത് വരുന്നൊരു സമയം ഉണ്ടാവേ. അത് അവിടേക്ക് അതാ കണ്ടോ, ഞാൻ കാണിച്ചത്. ഇക്കക്ക് കാണിച്ചു കൊടുത്തപ്പോ ഇത് മനസ്സിലാവും. ഇക്ക പണ്ട് എപ്പോഴും കൊണ്ടുവരുന്നു. ഇത് ഒരു സമയമുണ്ട് തോന്നുന്നു ഇതിന് തൂമ്പ് വരാന്. ഇതിനൊന്നുമില്ല. ഉണ്ടോ? നല്ല രസല്ലേ. ചേമ്പല്ലേ. ഇതാ ചുരുളി, ഇതാക്കണു ചുരുളി. കണ്ടോ ചുരുണ്ട് വരുന്നേ. ആണോ? ഇതാ ഇത് ഈ തിളർത്ത് വരുന്നത്. ഇത് കണ്ടോ? ഇതെടുക്കുക. ഇതെടുത്തിട്ട് തണ്ട് കൊടുക്കാൻ അരിയും. ഞാൻ ഇക്കൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ഇതന്നെ അല്ലേന്ന്. തണ്ട് കൊടുക്കും, നല്ല ടേസ്റ്റാ. ഇത്തിരി വാടിയുണ്ടാവൂല, പിടിക്കും. ചെയ്ത് നോക്കണം. അല്ല കൊണ്ടൊക്കെ പിടിച്ചു, ഞാൻ പറിച്ചു തരാം. തണ്ട് കൊടുക്കും. തണ്ടും ഇങ്ങനെ തണ്ടോട് കൂടി അരിയാ. ഇല്ല, ഇക്കക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇക്കക്ക് കാണിച്ചു കൊടുത്തിട്ട്
ഇതന്നെ ചുരുണ്ട് ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ചുരുളിന്ന് പറഞ്ഞത് തന്നെയാ ചുരുണ്ട് വരുന്നത്. അപ്പൊ ഇത് എവിടുന്നാ ചോദിക്കുമ്പോ തോടിന്റെ സൈഡിൽ നിന്ന് പറിക്കണാണ് പറഞ്ഞത്. ആ ഇതിങ്ങനെ ചുരുണ്ട തുമ്പ് നിക്കണേന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. ഇത്ര ഈ പറമ്പിലുണ്ടായിട്ടും ഞാൻ തോടിന്റെ സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇക്ക പണിക്കാർ വരുമ്പോ എന്ത് സാധനം ഉണ്ടെങ്കിലും പിടിച്ചു വെക്കും. ഈ ചൂട് മൾബറി മൾബറി വെക്കും. ആ മൾബറിയുടെ ഇല അല്ലേ? ആ മൾബറിയുടെ ഇല ഉപ്പേരി വെക്കും പറഞ്ഞേക്കാം. നല്ലതെന്ന് പറഞ്ഞാൽ മൾബറിയുടെ ഇല അവിടെ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും അത്? വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ചീര തന്നെ തേങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോഴേ. പിന്നെ ഒരു ഇതുണ്ടല്ലോ ഡാമില് വഴി മാറുക. പിന്നെ തെറ്റിതിലൊന്നും ആണോ? ആ ഇപ്പുറത്ത് കുറെ കിടക്കണം. പിന്നെ ഇവിടെ പിന്നെ അട്ടന്റെ ശല്യൊന്നും ഇല്ലല്ലോ. ഇത് കിടക്കാൻ പറ്റുമോ? കേറാ? വേണ്ട വേണ്ട വേണ്ടല്ലേ? ആ വേണ്ട 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 വേണ്ട, ചിലപ്പം പണി പാളും ഇപ്പം. ആ ആ വേണ്ട വേണ്ട വേണ്ട. നല്ല രസട്ടോ അവിടെ. നല്ല എന്താ പറയുക, ചേമ്പിന്റെ വീഡിയോ ഉണ്ട് എടുക്കുക. കൃഷി അപ്പോഴാണ് മോളും കൂടിയും പോയപ്പോ എനിക്കൊരു ഒച്ചമേളിയൊക്കെ ഉണ്ടായിക്കോട്ടെ വീട്ടിൽ വെച്ചിട്ട് തുടങ്ങി. അയച്ചിട്ട് നമ്മളിങ്ങനെ പോരുമ്പോ വരക്കുന്നേ താറാവിന്റെ ഇറച്ചി അങ്ങനെ ഇഷ്ടമല്ല എനിക്ക്. ആ ഒരു ചൊവ പറ്റണില്ല. താറാവിന്റെ ഇപ്പം മരിയ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പച്ച ടേസ്റ്റ് വരും. ആ ചുരുളി. ആ അതന്നെ ചുരുണ്ട് കയറി. നമുക്ക് ഇക്കൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇതന്നെ സാധനം. ഇനിയിപ്പോ ഇതന്നെ സാധനം. ഇനി നല്ല ഇളയത് ഇത് തന്നെയാവുള്ളൂ. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചുരുള് കഴിക്കണോണ്ടില്ലേ, ചുരുണ്ടി പേര് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതിനെന്താ പേര് പറയാന്നറിയോ? കൈമൊട്ടിക്കുന്ന. ആ കൈമൊട്ടിക്കും നമ്മള്. ഇതന്നെയല്ലേ കൈമൊട്ടിക്കുന്നത്? ആ ഇതന്നെയാ. ഇങ്ങനെ ഇളയത് എടുത്താ മതി, ചുരുണ്ട് നിക്കണന്നെ വേണമെന്നില്ല. നല്ല ടേസ്റ്റാ, ഒടുക്കത്തെ ടേസ്റ്റാ. അതെല്ലേ? ഒന്നും ചേർക്കണ്ടല്ലേ? ഒന്നും ചേർക്കണ്ട. എന്നിട്ട് നല്ല ഒന്നൊരു വാടി കഴിഞ്ഞിട്ട് ഒന്ന് ഒലത്തിയിട്ട് ഇത്തിരി തേങ്ങ ചതച്ചിട്ടാ മതി. ആ മതിയേ, സാധാ ചീരപ്പേരി വെക്കൂലേ. ഇതിവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. ആന്ന് ഇക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കപ്പോ പോയിട്ടോ. എന്നിട്ട് പറയാ, ഇക്ക പണ്ട് എപ്പോഴും കൊണ്ടുത്തരുമായിരുന്നു. അതെല്ലേ? ആ ഞാൻ ഇപ്പൊ അടുത്ത് ചോദിക്കലുണ്ട്, ആ ചുരുളി ഇനി കിട്ടുവോ? അല്ല, ഞാൻ വെറുതെ ചോദിക്കാറുണ്ട് ഇപ്പൊ. ഒന്ന് ഇത് നിങ്ങൾ വെക്ക, നമുക്ക് അവിടെ തോട്ടില് കിട്ടും. ആ ഇടാ. അല്ല അവിടെ പോയിട്ട് ഞാൻ എടുത്തോളാം. ഞാൻ അവിടുന്ന് തൊടിയിൽ പറിക്കണ വീഡിയോ എടുത്തോളാം. ഇവിടേക്ക് ഞാൻ വന്നിട്ടില്ല. ഇല്ല, ഇത്രയും ദൂരം വന്നിട്ടില്ല. ആ ഇല്ലേ? ഇവിടെയാണ് അവര് കളിക്കാറ്. ആ ഇഷ്ടം പോലെതാ. കണ്ടില്ലേ? ഇതങ്ങനെ ഈ വരുന്നത് എടുക്കണം. കണ്ടോ ഇത്? ഈ വരുന്ന ഇല്ല, ഇത്തിരിയും കൂടി എടുത്തു തരാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആണോ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ തെളുത്ത് വരുന്നൊക്കെ ചുരുണ്ട് ചുരുണ്ട്. ആ വലുതാകുമ്പോ വിടരുന്നേ. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കറി വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഇത് കറി വെച്ചാണ്. അത് മനസ്സിൽ കണ്ടിട്ടുണ്ടായി. ഇങ്ങനത്തെ വിചാരിച്ചേക്കില്ല ഇതാണ് കറി വെക്കണേ. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പോയ ഇഷ്ടം പോലെ കിട്ടും. കണ്ടതാ? ആ ഈ മുളച്ച് വരുന്നത് അടുക്കണ്ടേ പുതിയ. ആ ഇത് നല്ല കഴുകിക്കോ. ഇതിൽ പായൽ പോലെ എന്തോ ഉണ്ട്.
ഇനി ഇക്കൻ്റെ അടുത്ത് ചോദിക്കൊന്നും വേണ്ട. ഇക്കൻ്റെ അടുത്ത് ചോദിക്കാനൊന്നുമില്ല, ഇതന്നെ സംഭവം. ഞാൻ എന്നിട്ടേ ഇതിൻ്റെ വലിയ ഇല എടുത്തിട്ട് ഇക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് കിണറിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടാവേ, പക്ഷെ അത് വ്യത്യാസമുണ്ട്. ഇത് ഇത് നല്ല വളത്തിൽ നിൽക്കണ, കിണറിൻ്റെ അവിടെ വളം ഇല്ലാണ്ട് അതുകൊണ്ടാണ് ചെറുതായിട്ട്. ഞാക്കൂനെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുരുണ്ട് നിൽക്കണ എടുക്കണം എന്ന് പറഞ്ഞു. കുറേശ്ശെ വിരിഞ്ഞാലും എടുക്കാൻ പാടില്ലേ? ആ വിരിഞ്ഞാൽ എടുക്കേ. ഇക്ക് പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് വെക്കാന് ഇതിലിറങ്ങി പോയി നോക്ക്, നല്ലൊരു ചാട്ടം കാണാം. ഇറങ്ങും. ഇപ്പൊ എന്താ പറ്റിയ മഷ്റൂം പൊടിയുടെ സ്ഥലം കേട്ടോ. ആണോ? ആണോ? ആ നല്ല രസമുണ്ടല്ലേ. ആ അത് ശരി. ആ ആ ഓ ആ ഇല്ല ഇല്ല ഇല്ല. ആണോ? ആ കൊറേ പോണം, കാണുന്നില്ല അവിടെ. ചങ്ങലംപുരണ്ട. അതിങ്ങനെ ചങ്ങല പോലെ ഇങ്ങനെ ആയിട്ടാവും ഇതിന് പേര് ഇങ്ങനെ വന്നത് അല്ലേ? ഇത് എണ്ണ കാച്ചണെങ്കിലേ ചെന്യായം കൂട്ടി കാച്ചണം. അപ്പൊ അതാണ് ഞാൻ മടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. ചെന്യായം എവിടുന്ന? ചെന്യായം വൈദ്യശാലയിൽ ഉപ്പേരി ഉണ്ടാക്കണെങ്കിൽ ഇതിന്റെ ഇല ഉപ്പേരി ഉണ്ടാക്കാൻ നല്ലതല്ലേ. അപ്പൊ നമ്മളെ അബീഷിന്റെ അപ്പം പറഞ്ഞ മൊട്ട് വിരിഞ്ഞു കിട്ടാ. കണ്ടോ, നല്ല രസം കാണാൻ. എവിടെ പുറത്ത് പോവാണോ? പുറത്ത് പോവാണോ? എങ്ങനെ? ആ ഞാൻ കണ്ടു ഞാൻ അതിന്റെ വീഡിയോ എടുത്തു. അമ്മ എവിടെ? എടുത്തു ഞാൻ എടുത്തു. എവിടെയാ അമ്മച്ചി? പോവട്ടോ. ആ പോവാ. അപ്പൊ അബീഷിന്റെ അപ്പയാണ് കേട്ടോ. നല്ല ഗായകനാണ്, നല്ല കലാകാരനാണ്. ഇതാ നല്ല പിക്കൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അമ്മേ അമ്മച്ചി പായോ? കലകളുണ്ടല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര നാള് മുമ്പ് വരച്ചതാ? 5-8 വർഷം ആണോ? ആ ആ അതല്ലേ. ആ ശരി. ആ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ച് ഡ്രസ് മാറാൻ നിൽക്കുമ്പോൾ മോൾ വിളിക്കപ്പോ ഇന്ന് മോളുടെ ഇതൊക്കെ കണ്ടു. ഇത് വരച്ചതാണല്ലേ? അപ്പൊ എന്റെ പഴയ ഫോട്ടോ കണ്ട അബീഷിനെ പോലെ തന്നെയാ. ആണോ? ആഹാ 92-ല്. ഇതേ പിക്കാണോ അവര്? 92-ലാണ് പെര പണിതത്. ഓർക്കാൻ വേണ്ടിട്ടാ. അതിന്റെ മുമ്പ് വരച്ചതാ? അല്ല, അതിനുശേഷം വരച്ചതാ. അതിനുശേഷം വരച്ചത്. വിജമ്മു അല്ലേ? അല്ല, എന്റെ വീട്ടിലെ വിജമ്മു എന്ന് പറഞ്ഞിട്ട് നല്ല പാടും. പോട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചാലക്കുടി വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.